ദിസ് ഈസ് ദ ടൈം ഫോർ ദ റീബർത്ത് ഓഫ് FC ഗോവ. ഒരു കാലത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എതിരാളികളെ ഗോൾ മഴ പെയ്യിച്ച് ഭയചകിതരാക്കി മാറ്റിയ ആ FC ഗോവയുടെ പ്രതാപകാലം പുനർജനിക്കാൻ പോവുകയാണ്. അന്ന് അവർ സെർജിയോ ലൊബേറ എന്ന പരിശീലകന്റെ കീഴിൽ ഫെറാൻ കൊറോമനിസിനെ എന്ന കുന്തമനയെ മുന്നിൽ നിർത്തി പിന്നീട് എഡു ബെരിയെ പോലെയുള്ള ആണിക്കല്ലുകളെ പിന്നിൽ നിർത്തിയായിരുന്നു എതിരാളികൾക്ക് മേൽ ഗോൾ മഴ വർഷിച്ചു കൊണ്ടിരുന്നത്. ഇന്നും അവർ മറ്റൊരു സ്പാനിഷ് പരിശീലകനെ തന്നെയാണ് തങ്ങളുടെ തന്ത്രങ്ങളുടെ ആണിക്കല്ല് വഹിക്കുന്ന ആ ആയുധപ്പുര സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത്. മറ്റാരുമല്ല, ഹൈദരാബാദ് FCക്കൊപ്പം വിസ്മയ വിജയങ്ങൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സ്വന്തമാക്കിയ മനാലോ മാർക്കസ് എന്ന ദ മോസ്റ്റ് കൺസിസ്റ്റന്റ് സ്പാനിഷ് ടാക്ടീഷ്യൻ ഇൻ ഇന്ത്യൻ ഫുട്ബോൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന താരമാണ്. നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് ഈ മനാലോ മാർക്കസ്. ആളിന്റെ ടാക്ടിക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. വിങ്ങുകളിലൂടെ എക്സ്പ്രസ് വേഗത്തിൽ കുതിക്കുന്ന താരങ്ങളെ ഉപയോഗിക്കുക, അതിനോടൊപ്പം വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ആക്രമിച്ചുകൊണ്ടേയിരിക്കുക, സോളിഡ് ആയിട്ടുള്ള പ്രതിരോധം നിലനിർത്തുക എന്നതാണ് അയാളുടെ വളരെ പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിക്ക് ചേരുന്ന തരത്തിൽ ഉള്ള സൈനിങ്ങുകൾ FC ഗോവ ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഉദാന്ത സിംഗിനെ പോലെയുള്ള സൂപ്പർ താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളും അവർ ആരംഭിച്ചിട്ടുണ്ട്. പ്രതിരോധം ശക്തിപ്പെടുത്താൻ ഒരു പറ്റം മികച്ച ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവന്നതിലൂടെ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഹൈദരാബാദിൽ കാഴ്ചവെച്ച അതേ അത്ഭുതം തന്നെ FC ഗോവയ്ക്ക് വേണ്ടി മനാലോ മാർക്കസിന് വീണ്ടും കാഴ്ചവെക്കാൻ കഴിയും. അന്ന് എതിരാളികളെ ഭയചകിതരാക്കിയ ഗോവൻ ഗ്വാറുകളുടെ ഗർജനം വീണ്ടും മുഴങ്ങാൻ പോവുകയാണ് മാർക്കസ് ആശാന്റെ കീഴിൽ.